ക്ഷമിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളൊക്കെയും ആ കുരിശിൻ കീഴിൽ നീ നൽകിടും. മുൻപൊരിക്കൽ കടുവ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഓർക്കുന്നുണ്ട്. സിനിമയിൽ ഇടയ്ക്കൊരു ഡയലോഗ് ഇങ്ങനെയായിരുന്നു: പിതാവേ, എനിക്ക് പുതിയ നിയമത്തെക്കാൾ പ്രിയം പഴയ നിയമമാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇത് മുഖ്യ കഥാപാത്രം പറയുമ്പോൾ തിയേറ്ററിൽ മൊത്തം കയ്യടിയായിരുന്നു. പക്ഷെ ആ കയ്യടിക്കിടയിൽ നുറുങ്ങിപ്പോയത് ഒരു പുരോഹിതനെന്നുള്ള നിലയ്ക്ക് എൻ്റെയാണ്. കാര്യം, ഈ 13 വർഷം പഠിച്ച് ഒത്തിരി ആവർത്തിച്ച് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് അന്നെൻ്റെ ഹൃദയം വല്ലാണ്ട് പിടഞ്ഞു. എൻ്റെ മാത്രമല്ല, ആത്മാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ ജീവിതം സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം പിടയുമെന്ന് എനിക്കുറപ്പുണ്ട്. ഇന്നത്തെ സുവിശേഷം ആ പഴയ നിയമത്തെ ഓർമ്മിപ്പിച്ച ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. യേശു പറഞ്ഞു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. ഇത് ക്രിസ്തുവിൻ്റെ പാഠമാണ്. ഇത് ലോകത്തിൻ്റെ പാഠമല്ല. ക്രിസ്തുവിൻ്റെ പാഠം ഇതാണെന്ന് പറയുമ്പോൾ സഹിക്കാനും വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുമേ ഒരു ക്രൈസ്തവർ അവകാശമുള്ളൂ. പലരും പലപ്പോഴായി പറയാറുണ്ട്, മണിപ്പൂരിൽ കുറേ ക്രൈസ്തവർ കൊല്ലപ്പെടുന്നുണ്ട്, സഭ എന്തുകൊണ്ട് അതിനൊന്നും പ്രതികരിക്കുന്നില്ല? പ്രിയമുള്ളവരെ, മണിപ്പൂരിൽ മാത്രമല്ല, കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് സഭയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പലയിടങ്ങളിലും സഭ ആക്രമിക്കപ്പെടുന്നുണ്ട്. ആക്രമിക്കപ്പെട്ടും രക്തം ചിന്തിയും തന്നെയാണ് സഭ ഇത്രത്തോളം വളർന്നു വന്നത്. എന്നാൽ സഭയുടെ പാഠം ക്രിസ്തുവിൻ്റെ പാഠമാണ്. സഭയുടെ നിലപാട് ക്രിസ്തുവിൻ്റെ നിലപാടാണ്. ഇറാനിലും ഇസ്രായേലിലും യുദ്ധം നടക്കുമ്പോൾ സഭയുടെ നിലപാട് ഇസ്രായേലിനോടാണോ ഇറാനോടാണോ എന്നുള്ളതല്ല, മറിച്ച് അവിടെ സമാധാനമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഏതൊരു മനുഷ്യരുടെയിലും രാജ്യങ്ങൾക്കിടയിലും സ്നേഹവും സമാധാനവും നിലനിൽക്കണം എന്നുള്ളതാണ് സഭയുടെ നിലപാട്. ആ നിലപാട് ക്രിസ്തുവിൻ്റെ നിലപാടാണ്. സഭയ്ക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം പൊറുക്കുവാനും സഭയിലെ പുതിയ പാഠമൊന്നുമല്ല, അത് ക്രിസ്തുവിൻ്റെ പാഠമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ മനുഷ്യർ നമ്മളെ വേദനിപ്പിച്ചിട്ടില്ലേ? ഒത്തിരി മനുഷ്യർ നമ്മളെ സങ്കടപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ തകർത്തിട്ടില്ലേ? ഇവരോടൊക്കെ ഉത്തരം എന്താണ്? അത് ക്രിസ്തുവിൻ്റെ വാക്കാണ്. വലത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിനക്കടിക്കാനല്ലേ പറ്റത്തുള്ളൂ, നിനക്കെൻ്റെ ശരീരത്തെ വേദനിപ്പിക്കാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവൻ്റെ മുൻപിൽ ശരീരത്തെക്കാളും അപ്പുറത്തേക്ക് ഹൃദയം സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ നിലപാടിനെ ചേർത്ത് പിടിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. മുൻപിൽ നിൽക്കുന്നവനെ അതേപടി തിരിച്ച് ശത്രുത കാണിക്കുകയല്ല, മറിച്ച് അതേപടി അവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ പാഠം. ഈ പാഠം എത്രത്തോളം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്? ഒരിക്കലും മറക്കാൻ കഴിയാത്ത വേദന നമുക്ക് സമ്മാനിച്ച് കടന്നുപോയവരെ എത്രത്തോളം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്? ചിലപ്പോഴൊക്കെ ഒരു മാനുഷിക ബലഹീനത എന്ന് ന്യായീകരിച്ചുകൊണ്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ പ്രിയമുള്ളവരെ, അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിൻ്റെ ഒരു ബലഹീനതയുണ്ട്. കുരിശോളം നമ്മെ സ്നേഹിച്ച ഒരു ബലഹീനത. ആ ബലഹീനതയാണ് ഇന്ന് നമുക്കാവശ്യം. പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുള്ള ബലഹീനത. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ഷമിക്കുവാൻ കഴിയാത്ത മനുഷ്യ, കാൽവരി മലയിലേക്കൊന്നു നോക്കൂ. ജീവന്റെ നാഥൻ ക്രൂശിന്റെ മാറിൽ പിടയുന്നു നിനക്കു വേണ്ടി. ക്ഷമിക്കുവാൻ കഴിയാത്ത മനുഷ്യ, കാൽവരി മലയിലേക്കൊന്നു നോക്കൂ. ജീവന്റെ നാഥൻ ക്രൂശിന്റെ മാറിൽ പിടയുന്നു നിനക്കു വേണ്ടി.
ക്ഷമിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളൊക്കെയും ആ കുരിശിൻ കീഴിൽ നീ നൽകിടൂ. പൊറുക്കുവാനാവാത്ത വേദന നൽകിയ സോദരരെയും സമർപ്പിച്ചിടൂ. എന്നിട്ടും ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാൽവരി കുരിശിലേക്കൊന്നു നോക്കൂ. ജീവന്റെ നാഥൻ ക്രൂശിന്റെ മാറിൽ പിടയുന്നു നിനക്കു വേണ്ടി. ക്ഷമിക്കുവാൻ കഴിയാത്ത മനുഷ്യ, കാൽവരി മലയിലേക്കൊന്നു നോക്കൂ. ജീവന്റെ നാഥൻ ക്രൂശിന്റെ മാറിൽ പിടയുന്നു നിനക്കു വേണ്ടി. സഹിക്കുവാനാവാത്ത വേദന തീർത്തൊരു പകയുടെ കനലുകൾ നീ കെടുത്തു. സ്നേഹിതരെന്നു നീ കരുതിയവർ പോലും നിന്ദിച്ച നിമിഷങ്ങൾ നീ മറക്കൂ. അടിച്ചവർക്കായി മറുകരണം കാട്ടി നിന്റെ ആ ഗുരുവിനെ നീ സ്മരിക്കൂ. ജീവന്റെ നാഥൻ ക്രൂശിന്റെ മാറിൽ പിടയുന്നു നിനക്കു വേണ്ടി. ക്ഷമിക്കുവാൻ കഴിയാത്ത മനുഷ്യ, കാൽവരി മലയിലേക്കൊന്നു നോക്കൂ. ജീവന്റെ നാഥൻ ക്രൂശിന്റെ മാറിൽ പിടയുന്നു നിനക്കു വേണ്ടി. ക്ഷമിക്കുവാൻ കഴിയാത്ത മനുഷ്യ, കാൽവരി മലയിലേക്കൊന്നു നോക്കൂ. ജീവന്റെ നാഥൻ ക്രൂശിന്റെ മാറിൽ പിടയുന്നു നിനക്കു വേണ്ടി.